കുടകരും പ്രദേശവാസികളും ഒരുപോലെ ആഘോഷിക്കുന്ന മഹോത്സവം, അതാണ് പയ്യാവൂരിലെ ഊട്ടുത്സവം. പയ്യാവൂർ ഉത്സവത്തിന് ഭക്തിയുടെ ഉന്മാദാവസ്ഥയിൽ കുടകർ ഉറഞ്ഞാടുന്ന ഒരു കാഴ്ചയുണ്ട്. കിരാതമൂർത്തിയുടെ ഉത്സവ കാഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയിലൊന്നാണ് ഇത്. നൂറുകണക്കിന് കാളകളുടെ പുറത്ത് കർണാടകയിലെ കുടക് ദേശത്തെ പാടങ്ങളിൽ വിളഞ്ഞ നെല്ല് കുത്തിയ അരിയുമായി പയ്യാവൂർ ഉത്സവം കൂടാൻ സഹ്യനും അപ്പുറത്ത് നിന്ന് നിബിഡമായ കർണാടക വനവും താണ്ടി മലയിറങ്ങി വന്നെത്തുന്നവരാണ് കുടകർ. കഴിഞ്ഞ ഒരു വർഷമായി പാടത്ത് തങ്ങളൊഴുക്കിയ വിയർപ്പിൻ്റെ ഫലം കിരാതമൂർത്തിയുടെ അനുഗ്രഹമായാണ് അവർ കാണുന്നത്. അതിനുള്ള ആത്മസമർപ്പണമാണ് ആ അരി. കാവേരിയമ്മൻ ക്ഷേത്രം കഴിഞ്ഞാൽ കുടക് ദേശക്കാരുടെ ആത്മാവിലലിഞ്ഞ ദേവതാ സങ്കല്പമാണ് വയത്തൂർക്കാലിയാരായ കിരാതമൂർത്തി. പയ്യാവൂർ കിരാതമൂർത്തിയുടെ അതിപ്രധാനമായ 5 ആരൂഢസ്ഥാനങ്ങളിൽ രണ്ടാമത്തേതാണ്. കുംഭസംക്രമം മുതൽ 13 ദിവസം നീളുന്ന പയ്യാവൂരിലെ ഊട്ടുത്സവത്തിന് വേണ്ട അരി മുഴുവൻ കുടക് ദേശത്ത് നിന്ന് കുടകർ നൂറുകണക്കിന് കാളകളുടെ പുറത്ത് വനപാതയിലൂടെ പയ്യാവൂരിൽ എത്തിക്കും. ഉത്സവം തുടങ്ങുന്ന നാളിൽ ആദ്യ ഒരാഴ്ചത്തേക്ക് വേണ്ട അരിയുമായി ആദ്യ സംഘവും ബാക്കിയുള്ള മുഴുവൻ അരിയുമായി കുംഭം 8-ന് രണ്ടാം സംഘവും പയ്യാവൂരിലെത്തും. കഴിഞ്ഞ ഒരു വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലം മുഴുവനും കിരാതമൂർത്തിക്ക് സമർപ്പിച്ച് ശിഷ്ടമായി കിട്ടുന്ന പ്രസാദം കൊണ്ടാണ് ഇവരുടെ ജീവിതം. 100 മേനി വിളഞ്ഞെങ്കിൽ മാത്രമേ അത് സാധിക്കൂ. അതിന് കിരാതമൂർത്തിയുടെ അനുഗ്രഹം തേടി അരിയുമായി അവർ പയ്യാവൂരിലെത്തുന്നു. കുംഭം 8-ന് തിരുവത്താഴ പൂജയ്ക്ക് അരിയളക്കുന്ന നേരത്ത് കുടക് ദേശത്തെ വിവിധ ദേവസ്ഥാനങ്ങളിലെ കോമരങ്ങൾ ഉറഞ്ഞു തുള്ളുന്ന കാഴ്ചയുണ്ട്. കിരാതമൂർത്തിയുടെ പരിവാരങ്ങളായ ഓരോ ഗ്രാമത്തിൻ്റെയും ദേശദേവതകളുടെയും പ്രതിപുരുഷന്മാരാണ് ആ കോമരങ്ങൾ. നാടിൻ്റെ സുഖദുഃഖങ്ങൾ അവർ പയ്യാവൂരപ്പനെ അവരുടെ ഭാഷയിൽ അറിയിക്കും. കുംഭം സംക്രമം മുതൽ കുംഭം 12 വരെയാണ് പയ്യാവൂർ ഉത്സവമെങ്കിലും കുടകരുടെ ഉത്സവം കുംഭം 8, 9, 10 തീയതികളിലാണ്. 10,000-കണക്കിന് കുടകർ ഈ ദിവസങ്ങളിൽ ഊട്ടുത്സവത്തിന് പങ്കെടുക്കും. കേരളത്തിലെയും കർണാടകത്തിലെയും 2 സാംസ്കാരിക ധാരകൾ ഒന്നായി ഒഴുകുന്ന കാഴ്ചയാണിത്. ജാതിഭേദവും വർഗഭേദവുമില്ലാതെ അതിരുകൾ കടന്നുവന്ന് ഭാഷാ സംസ്കാര ഭിന്നതകൾ മറന്ന് മലയാളികളും കുടകരും ഒത്തുചേർന്ന് മഹേശ്വര പ്രീതിക്കായി ദർശനം തേടുന്ന ഉത്കൃഷ്ടമായ സംഗമവേദിയാണ് പയ്യാവൂർ ഊട്ടുത്സവവും അനുബന്ധ ചടങ്ങുകളും.
ദേവദാസൻ കരിപ്പാൽ, കണ്ണൂർ മീഡിയ. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, കുവൈറ്റ് ആൻഡ് കണ്ണൂർ.